വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു മീൻകറി തയ്യാറാക്കാം. അപ്പോൾ ഈ രീതി നിങ്ങൾ മീൻകറി ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ എന്തായാലും യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ 2 തക്കാളിപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ തക്കാളിപ്പഴം ഇച്ചിരി കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പോൾ തക്കാളിപ്പഴം ചേർത്ത് ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഈ ചാറിന് നല്ലൊരു കൊഴുപ്പുണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും തക്കാളി ചേർത്തതിന് ശേഷം സാധാരണ സോഫ്റ്റ് ആവുന്നിടം വരെയല്ല, നല്ലതുപോലെ വഴറ്റി നല്ല വെള്ളം പരുവം പോലെ ആക്കണം. അത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേരും ഇതിനകത്തേക്ക്. ആ ഒരു പരുവം വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ആ വഴറ്റി നല്ലതുപോലെ ആയതിനു ശേഷം മാത്രമേ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഏകദേശം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പച്ചമുളക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളി നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചനിറം മാറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. സാധാരണ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട്. അപ്പം നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ടേസ്റ്റിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. മറിച്ച് മല്ലിപ്പൊടി ചേർക്കാണ്ട് മുളക് പൊടി മാത്രം ഇടുകയാണെങ്കിൽ നമ്മുടെ മീൻകറി കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ ഞാൻ എപ്പം മീൻകറി വെക്കുമ്പോഴും ഞാൻ വെക്കുന്ന മീൻകറിക്കെല്ലാം മുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇടാറുണ്ട്. സാധാരണ ഞാനൊരു കുറഞ്ഞത് ഒരു 4 അല്ല 5 ടീസ്പൂൺ മുളക് പൊടിയെങ്കിലും ചേർക്കാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് അധികം മുളക് പൊടിക്ക് അധികം എരിവ് വരാറില്ല. അതുമാത്രമല്ല നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും. അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഓൾറെഡി നമ്മളിവിടെ തക്കാളി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വേറെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുളി ഒരു 5 അല്ലെങ്കിൽ 6 അല്ലി പുളിയെങ്കിലും ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് എരിവും പുളിയും ഉപ്പും എല്ലാം ഇവിടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനല്ലേ. ഇപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മീൻപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു 6 അല്ലി മീൻപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വെള്ളവും ആ മീൻപുളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ കറി വയ്ക്കാൻ പറ്റും. കിങ് ഫിഷ് വേണമെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മത്തി മുളകിടത്തില്ലേ, അതും ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ആ മസാലയുടെ വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മീനും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലതായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ മീൻ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് പരുവം അല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്തിട്ടതിന് ശേഷം നന്നായിട്ട് മീൻ ചട്ടിയിൽ തന്നെ പിടിച്ച് ചുറ്റിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. നമ്മുടെ തവിയിട്ട് ഇളക്കരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പില അതിന് മുകളിലേക്ക് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റൂടെ ഒന്നുകൂടെ നമ്മുടെ ആ കറിക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ
അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ ചാറിനൊക്കെ നല്ല കൊഴുപ്പും ഉണ്ടായിരിക്കും, നല്ല കളറുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് മീൻകറി വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം എന്നോട് അറിയിക്കുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.